സംസ്ഥാനത്തെ ജയിലുകൾ സന്ദർശിച്ച് അപര്യാപ്തതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഉന്നതതല സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ മേധാവി എന്നിവരടങ്ങിയ സമിതിയാണ് രൂപീകരിക്കുക. സമിതി 3 മാസത്തിനകം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ജയിലുകളിലെ തടവുകാരുടെ ബാഹുല്യം കുറയ്ക്കാനുള്ള സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ചേർന്ന ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കണ്ണൂർ പുതിയ തെരുവിൽ 5 ദിവസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരം ചില ഭേദഗതികളോടെ തുടരാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പരിഷ്കാരം വിജയകരമായതിനാലാണ് തുടരാൻ തീരുമാനിച്ചതെന്ന് കെ.വി. സുമേഷ് എം.എൽ.എയും കണ്ണൂർ ആർ.ടി.ഒയും വളപട്ടണം സി.ഐയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് റെഡ് സോണിലായിരുന്ന പുതിയ തെരുവ് നഗരം ട്രാഫിക് പരിഷ്കരണത്തെ തുടർന്ന് ഗ്രീൻ സോണിലേക്ക് മാറിയതായി ആർ.ടി.ഒ ഇ.എസ്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഹാമിർപൂർ, ഉന, സിർമൌർ ജില്ലകളിലെ എം.എൽ.എമാരുമായി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ എം.എൽ.എമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി അവരുടെ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഹിമാചൽ പ്രദേശിനെ അടുത്ത വർഷം മാർച്ച് 31-നകം ഹരിതോർജ്ജ സംസ്ഥാനമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ ലക്ഷ്യത്തിനായി പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും സുഖ്വീന്ദർ സിംഗ് പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച തുടരുന്നു. അതേസമയം സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. നിലവിൽ ചെറിയ തോതിൽ മഴയുണ്ടെങ്കിലും ഈ വർഷം ജനുവരിയിൽ ശരാശരിയേക്കാൾ 86% കുറവ് മഴയാണ് ഹിമാചലിൽ ലഭിച്ചത്. അതേസമയം ജമ്മു കാശ്മീർ, ലഡാക്ക്, ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ, മുസാഫറാബാദ്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, സിക്കിം, ഒഡീഷ എന്നിവിടങ്ങളിലെ ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞ് നിലനിൽക്കുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്.